ഹലോ ഗൈസ്, ഞാൻ ഇച്ചിരി നേരത്തെ എണീറ്റതാണ്. ഇന്ന് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾക്കൊന്ന് ഹോസ്പിറ്റലിൽ വരെ പോകണം. അതിനുവേണ്ടി ചോറൊക്കെ ആദ്യമേ തന്നെ ഞാൻ വെച്ചു. അപ്പോഴാണ് നോക്കിയപ്പോൾ ഞങ്ങൾ കുട്ടൂസം ബോധം കെട്ട് കിടക്കുന്നത് കണ്ടോ. ഞാൻ എവിടെയെങ്കിലും പോകാൻ ഒരുങ്ങിക്കഴിഞ്ഞാൽ പുള്ളി ഇങ്ങനെ കിടക്കും. അവനറിയാം ഞാൻ ചുരിദാർ അല്ലെ എന്തെങ്കിലും ഞാൻ പ്ലാൻ ഇടുന്നതോ അല്ലെ ഫോൺ വിളിക്കുന്നതോ എന്തെങ്കിലും കേട്ടാൽ മതി, അവനറിയാം ഉടനെ ഞാൻ പോവാന്ന് അവനറിയാം. അന്നപ്പം ഞാൻ ഓർത്തെന്നാൽ അവൻ്റെ കൂടെ ഇന്ന് ഞാൻ കുറേ നേരം മുറ്റത്തൊക്കെ ഇരുന്നിട്ടേ ഞാൻ വല്ല ഫുഡൊക്കെ ഉണ്ടാക്കാൻ അടുക്കളയിൽ കയറുള്ളൂ. ഇന്നപ്പോൾ അതിനും സമയമില്ല. എന്നിട്ടും ഞാൻ പിന്നെ അവനെ വിളിച്ചുകൊണ്ട് പോയി വെളിയിലിരുന്ന് കുറച്ച് നേരം കഥകളൊക്കെ പറഞ്ഞ് അവനതുവഴി ഇതുവഴി എല്ലാം ഓടുകയും ചാടുകയും ഒക്കെ നടക്കുമായിരുന്നു. അപ്പോഴത്തേന് ഓടുന്ന കണ്ടോ ചെരുപ്പ് എടുത്തോണ്ട് ഓടുക. ആ ചെരുപ്പ് ഞാൻ ചെന്ന് പിടിക്കാൻ ചെല്ലുമ്പോൾ പിന്നെ ഓടും. അങ്ങനെ അവന് കുറച്ച് നേരം പിന്നെ അവൻ്റെ കൂടെ ഇന്ന് കളിച്ച് ഞാൻ ആ ചായയും കുടിച്ച് കഴിഞ്ഞ് പിന്നെ ഇനിയും ചെന്നിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയായിട്ട് വേണ്ടേ എനിക്ക് പോകാൻ വേണ്ടി. അതിനുവേണ്ടി ഞാൻ പിന്നെ അടുക്കളയിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. അന്ന് സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിന് സാമ്പാറും കഷ്ണങ്ങളൊക്കെ ഞാൻ അരിഞ്ഞ് പിന്നെ കുക്കറിനകത്ത് വെച്ചു. അത് വെന്തിരിക്കുകയാണ് ഇപ്പോഴേ. അത് വെന്തോന്ന് നമുക്കൊന്ന് നോക്കാം. വെന്ത് അത് ഞാനെടുത്ത് ഇങ്ങനെ മാറ്റി. അത് ഞാൻ കുട്ടൂസിനുള്ള പാർട്സ് വേവിച്ച് മറ്റേ കുക്കറിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനി നല്ലവണ്ണം തണുത്തിട്ടാണ് ചോറിൻ്റെ കൂടെ കൊടുക്കാനൊക്കുകയുള്ളൂ. അത് ഞാനവിടെ വേവിച്ച് ഇപ്പോൾ കുട്ടൂസിനപ്പം മുറ്റത്തൂടെ നടക്കുകയാണെന്ന് തോന്നുന്നു. എന്നെ കിടന്ന് വിളിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പം പോകാൻ എനിക്ക് സമയമുണ്ടോ? ഇനി 9:30 ആകുമ്പം പോകണം. മോളെ വിളിച്ചു. അവൾ പറഞ്ഞു 9 മണിയാകുമ്പോൾ എന്നെ വിളിക്കും, ഞാൻ 9:30 ആകുമ്പോൾ റെഡിയാകുമെന്നാണ് പറയുന്നത്. ഇപ്പോഴത്തെ പിള്ളേരുടെ കാര്യങ്ങളൊക്കെ അല്ലേ, ഒന്നും പറയാനില്ല. ഞാനത് പിന്നെ അവരെ ഒന്നിനും നിർബന്ധിക്കാൻ പോകത്തില്ല. ഞാനെല്ലാം തന്നെ അങ്ങ് ചെയ്ത് പെട്ടെന്ന് നമ്മുടെ ജോലി നമ്മളങ്ങ് തീർക്കുക എന്നല്ലാതെ വേറെ ആരെയും നോക്കി നിന്നിട്ട് കാര്യമില്ലല്ലോ. പെട്ടെന്ന് ഞാനൊന്ന് സാമ്പാറുണ്ടാക്കി അതിന് കടുകും വറുത്ത് എടുത്ത് അതിന് ശേഷം ഞാൻ കുളിച്ചൊരുങ്ങി. അപ്പോഴത്തേനും മോളും ഒരുങ്ങി. ഞങ്ങൾ രണ്ടുപേരും ഒരുങ്ങുമായിരുന്നു. അപ്പം മുഖത്ത് ഇങ്ങനെ വിയർക്കുമ്പോൾ ഒരു ഫാനുണ്ട്, അതിങ്ങനെ അടിച്ചടിച്ച് നോക്കുമായിരുന്നു. മോൻ കൊണ്ടുവന്നതാണേ. അത് കഴിഞ്ഞ് മോൾ ഭക്ഷണമൊക്കെ കഴിച്ചപ്പം കുട്ടൂസിനങ്ങ് സങ്കടമായി. ഞങ്ങൾ പോകുമെന്നറിയാം. ഞങ്ങൾ വണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. വണ്ടി വന്നു, ഞങ്ങൾ പോയിട്ട് വരാം.